ഈ സീസൺ IPLന്റെ തുടക്കത്തിൽ ടൂർണമെന്റിൽ എല്ലാവരും മുംബൈ ഇന്ത്യൻസിനെ എഴുതിത്തള്ളിയിട്ടുണ്ടെങ്കിൽ വിമർശകർക്ക് മുൻപിൽ തങ്ങളുടെ കരുത്ത് കാട്ടി മുംബൈ ഇന്ത്യൻസ് ഓരോ മത്സരത്തിലും മികച്ച തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ വിജയങ്ങളോടുകൂടി തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി മുംബൈ ഇന്ത്യൻസ് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ടീമിന്റെ പെർഫോമൻസ് ബേസ്ഡുള്ള ഒരു അനാലിസിസ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു തുടക്കത്തിന് ശേഷം ടൂർണമെന്റിൽ ഏറ്റവും ശക്തമായി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വരുന്നത്. കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇന്നലെ 9 വിക്കറ്റിന്റെ വിജയമാണ് മുംബൈ നേടിയത്. കളിച്ച 8 മത്സരങ്ങളിൽ 4 ജയത്തോടുകൂടി 8 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് നിലവിൽ മുംബൈ ഇന്ത്യൻസ്. തങ്ങളുടെ തുടർച്ചയായ 3ാം വിജയമാണ് ഇന്നലെ ചെന്നൈക്കെതിരെ മുംബൈ നേടിയെടുത്തത്. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു ആധിപത്യമാണ് മുംബൈ ഇന്ത്യൻസ് നേടിയെടുക്കുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തീർച്ചയായിട്ടും പ്രശംസ അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബൗളിംഗ് റൊട്ടേഷനുകളും അതോടൊപ്പം തന്നെ കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റും തീർച്ചയായിട്ടും ബൗളിംഗ് ഇന്നിംഗ്സിൽ റൺസ് നിയന്ത്രിക്കാനായി സഹായകമാകുന്നുണ്ട്. ദീപക് ചഹറും ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയും നേതൃത്വം നൽകുന്ന ബൗളിംഗ് നിരയും അവസരത്തിനൊത്ത് മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ടീമിന്റെ ഇന്നലത്തെ ബൗളിംഗിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ജസ്പ്രീത് ബുംറയും ദീപക് ചഹറും കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച ഓൾറൗണ്ട് പെർഫോമൻസ് തന്നെയാണ് ഹർദിക് പാണ്ഡ്യയും കാഴ്ചവെക്കുന്നത്. ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ ഫോമായത് തന്നെയാണ് മുംബൈക്ക് ഏറ്റവും ആശ്വാസ വാർത്തയായി മാറുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഫോം കണ്ടെത്താനായി ബുദ്ധിമുട്ടിയ രോഹിത് ശർമ്മ ആ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. 45 പന്തിൽ 4 4ഉം 6 6ഉം സഹിതം 169 സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത് ഇന്നലെ 76 റൺസ് നേടിയത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസും ടീമിനെ സംബന്ധിച്ച് നിർണായകമായി മാറുന്നുണ്ട്. സാധാരണ അദ്ദേഹം പരാജയപ്പെടാറുള്ള സ്വീപ്പ് ഷോട്ടുകളിൽ ഇന്നലെ ഒന്നിനൊന്ന് മികച്ച ഷോട്ടുകൾ തന്നെയാണ് അദ്ദേഹം കളിച്ചത്. മധ്യനിരയിൽ തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും ടീമിന് വേണ്ടി ഏത് സാഹചര്യത്തിലും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു മുംബൈ ഇന്ത്യൻസ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും മറ്റെല്ലാ ടീമുകളെയും വെല്ലുവിളിക്ക് തക്കവണ്ണമുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി മുംബൈ ഇന്ത്യൻസ് രംഗത്തുള്ളപ്പോൾ ഈ ഒരു ഫോമിൽ തീർച്ചയായിട്ടും ഈ സീസൺ IPLലെ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഹർദിക് പാണ്ഡ്യയും സംഘവും നൽകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.